ക്ഷേത്രസന്നിധി. നമസ്കാരം. റേഷൻ കാർഡ് മീഡിയ ക്ഷേത്രസന്നിധിയിലേക്ക് ഏവർക്കും സ്വാഗതം. കപ്രശ്ശേരി ശ്രീ ചെരിക്കണ്ടക്കാവ് സ്വയംഭൂ ഭഗവതി ക്ഷേത്രമാണ് ഇന്നത്തെ ക്ഷേത്രസന്നിധിയിൽ ഉൾപ്പെടുത്തിയിട്ടുള്ളത്. എറണാകുളം ജില്ലയിൽ നെടുമ്പാശ്ശേരിക്ക് അടുത്ത് കപ്രശ്ശേരി എന്ന ദേശത്ത് സ്ഥിതി ചെയ്യുന്ന അതിപുരാതനമായ ക്ഷേത്രമാണ് കപ്രശ്ശേരി ശ്രീ ചെരിക്കണ്ടക്കാവ് സ്വയംഭൂ ഭഗവതി ക്ഷേത്രം. നിരവധി പ്രത്യേകതകൾ കൊണ്ട് ഈ ക്ഷേത്രം മറ്റു ക്ഷേത്രങ്ങളിൽ നിന്നും വ്യത്യസ്തമായി ഇവിടെ നിലകൊള്ളുന്നു. ക്ഷേത്രസന്നിധി. നമ്മളിപ്പോൾ നിൽക്കുന്നത് കപ്രശ്ശേരി ശ്രീ ചെരിക്കണ്ടക്കാവ് സ്വയംഭൂ ഭഗവതി ക്ഷേത്ര സന്നിധിയിലാണ്. ക്ഷേത്ര ദർശനത്തിന് ശേഷം ഈ ക്ഷേത്രത്തെക്കുറിച്ചുള്ള കൂടുതൽ വിശേഷങ്ങൾ നിങ്ങളുമായി പങ്കുവയ്ക്കാം. ക്ഷേത്രസന്നിധിയിലമരുന്ന ഭഗവാനും ഭഗവതിയും സദാസമയവും അനുഗ്രഹം ചൊരിയുന്ന സദാസമയവും അനുഗ്രഹം ചൊരിയുന്ന ക്ഷേത്രസന്നിധി. കപ്രശ്ശേരി ശ്രീ ചെരിക്കണ്ടക്കാവ് സ്വയംഭൂ ഭഗവതി ക്ഷേത്രം. ഈ ക്ഷേത്രത്തിൻ്റെ കൃത്യമായ കാലപ്പഴക്കം നിർണ്ണയിക്കുവാൻ നാളിതുവരെ കഴിഞ്ഞിട്ടില്ലെങ്കിലും ഈ ക്ഷേത്രത്തിന് ഉദ്ദേശം 2000 വർഷത്തിലേറെ പഴക്കമുള്ളതായി കണക്കാക്കപ്പെടുന്നു. ക്ഷേത്ര ചുറ്റമ്പലത്തിനകത്ത് വട്ട ശ്രീകോവിലിനകത്ത് കിഴക്കോട്ട് ദർശനമായി വണരുളുന്ന ശ്രീ മഹാദേവനും ക്ഷേത്ര ചുറ്റമ്പലത്തിന് പുറത്ത് ക്ഷേത്രത്തിൻ്റെ തെക്ക് കിഴക്ക് ഭാഗത്ത് ചതുര ശ്രീകോവിലിനകത്ത് പടിഞ്ഞാറ് ദർശനമായി സ്വയംഭൂവായി വണരുളുന്ന രൗദ്രഭാവത്തിലുള്ള ഭദ്രകാളി അമ്മയ്ക്കും തുല്യ പ്രാധാന്യമാണ് ഈ ക്ഷേത്രത്തിൽ നൽകി വരുന്നത്. ഈ ക്ഷേത്രത്തിൽ സ്വയംഭൂവായ ഭദ്രകാളി അമ്മയുടെ സാന്നിധ്യമാണ് ആദ്യം കണ്ടെത്തിയത്. ഈ സാന്നിധ്യം കണ്ടെത്തിയതാകട്ടെ ചെറിയ കണ്ട എന്നു പേരുള്ള സാധുവായ ഒരു പുലയ സ്ത്രീയായിരുന്നു. അന്നീ ഭൂപ്രദേശം കൊടുങ്കാടായിരുന്നു. ഈ കാട്ടിൽ പുല്ലരിയാൻ വന്ന ചെറിയ കണ്ടയുടെ അരിവാൾ ദേവീ ചൈതന്യമുള്ള സ്വയംഭൂവായ ശിലയിൽ ഉരസുകയും ശിലയിൽ നിന്നും രക്തം ധാരാധാരയായി ഒഴുകുകയും ചെയ്തു. അത് കണ്ട് ഭയന്ന ചെറിയ കണ്ട ഈ വിവരം ഈ പ്രദേശത്തിൻ്റെ ഉടമയായ ബ്രാഹ്മണരെ അറിയിച്ചു. അതേ തുടർന്ന് ബ്രാഹ്മണ ശ്രേഷ്ഠന്മാർ വന്നെത്തി ഈ ശിലയിൽ ഭദ്രകാളി അമ്മയുടെ സാന്നിധ്യമുണ്ടെന്ന് തിരിച്ചറിഞ്ഞ് ഇവിടെ പൂജാതി കർമ്മങ്ങൾ ആരംഭിച്ചു. അങ്ങനെയാണ് ഈ ദേവിയുടെ ചൈതന്യം നൂറ്റാണ്ടുകൾക്ക് മുമ്പ് ആദ്യമായി ഈ കപ്രശ്ശേരി ദേശത്ത് കണ്ടെത്തിയത്. ചെരിക്കണ്ട എന്ന പുലയശ്രീ കണ്ടെത്തിയ ദേവി ആയതിനാൽ ഈ ദേവി വാഴുന്ന കാവിനെ ചെരിക്കണ്ടക്കാവ് എന്ന പേരിൽ അറിയപ്പെടുകയും ചെയ്തു. ഈ കാവിൽ വാഴുന്ന രൗദ്രഭാവത്തിലുള്ള ഭദ്രകാളി അമ്മയുടെ രൗദ്രത്തിൻ്റെ തീവ്രത കുറയ്ക്കുന്നതിനായി മഹാദേവനെ കിഴക്കോട്ട് ദർശനമായി ഈ ദേവിക്ക് അഭിമുഖമായി പിന്നീട് പ്രതിഷ്ഠിക്കുകയായിരുന്നു. ഈ ചെരിക്കണ്ടക്കാവിൽ ഉപപ്രതിഷ്ഠകളായി ശ്രീ മഹാദേവൻ്റെ ശ്രീകോവിലിൻ്റെ തെക്ക് പടിഞ്ഞാറേ മൂലഭാഗത്ത് ചെറിയൊരു ശ്രീകോവിലിനകത്ത് മഹാഗണപതിയെ കിഴക്കോട്ട് ദർശനമായി പ്രതിഷ്ഠിച്ചിരിക്കുന്നു. മഹാദേവന് അഭിമുഖമായി നമസ്കാര മണ്ഡപത്തിൽ ശിവവാഹനമായ നന്ദികേശൻ്റെ പ്രതിഷ്ഠയുമുണ്ട്. കൂടാതെ മഹാദേവ ക്ഷേത്രത്തിൻ്റെ ചുറ്റമ്പലത്തിന് പുറത്ത് ക്ഷേത്രത്തിൻ്റെ വടക്ക് പടിഞ്ഞാറ് ഭാഗത്ത് കിഴക്കോട്ട് ദർശനമായി ബ്രഹ്മരക്ഷസിൻ്റെ പ്രതിഷ്ഠയും വടക്ക് കിഴക്ക് ഭാഗത്ത് പടിഞ്ഞാറ് ദർശനമായി ഖണ്ഡാകർണ പ്രതിഷ്ഠയും ഖണ്ഡാകർണൻ്റെ ശ്രീകോവിലിന് പുറകിലായി ഒരു തറയിൽ നാഗരാജാവ്, നാഗയക്ഷി എന്നിവരെ പടിഞ്ഞാറ് ദർശനമായി പ്രതിഷ്ഠിച്ചിരിക്കുന്നു. കൂടാതെ ചെരിക്കണ്ടക്കാവിലമ്മയുടെ ശ്രീകോവിലിൻ്റെ ഇടതുഭാഗത്തായി ചെറിയൊരു ശ്രീകോവിലിനകത്ത് ശ്രീ ദുർഗാദേവിയെയും പടിഞ്ഞാറ് ദർശനമായി പ്രതിഷ്ഠിച്ചിരിക്കുന്നു. ഇത്രയുമാണ് ചെരിക്കണ്ടക്കാവ് ഭഗവതി ക്ഷേത്രത്തിലെ ഉപപ്രതിഷ്ഠകൾ. കപ്രശ്ശേരി ചെരിക്കണ്ടക്കാവ് പണ്ട് മുതൽക്കേ വളരെ പ്രശസ്തമാണ്. അതിരൗദ്രഭാവത്തിലുള്ള ദേവിയാണ് ഈ കാവിൽ വാണരുളുന്നതെങ്കിലും ഈ ദേവി അതിനെല്ലാം ഉപരിയായി ഭക്തവത്സലയാണ്. ഈ ദേവിയുടെ തിരുനടയിലെത്തുന്ന ഏതൊരു ഭക്തനെയും ദേവി സംരക്ഷിച്ച് ഭക്തരുടെ ഏതൊരാഗ്രഹവും സാധിച്ചു നൽകുന്നു. തൻ്റെ ഭക്തരെ അത്രമാത്രം സംരക്ഷിക്കുന്ന ദേവി ഭക്തരുടെ ശത്രുക്കളെ സംഹരിക്കുക തന്നെ ചെയ്യും എന്നുള്ളത് കൊണ്ട് തന്നെ ഈ ദേവി ഭക്തജനങ്ങൾക്കും ദേശവാസികൾക്കും സംരക്ഷണ കവചം തീർക്കുന്ന ഒരമ്മയായും ദേവി ഇവിടെ കുടികൊള്ളുന്നു. ഭക്തരുടെ ശത്രുദോഷങ്ങൾ, ആഭിചാര ദോഷങ്ങൾ എന്നു വേണ്ട സർവ്വരോഗ ദുരിതങ്ങളും ഈ ദേവിയുടെ തിരുനടയിൽ അലിഞ്ഞില്ലാതെയായി തീരുന്നു. അതുകൊണ്ട് തന്നെ നിരവധി ഭക്തജനങ്ങളാണ് ദേവിയുടെ പ്രശസ്തിയും അനുഭവവും ഉൾക്കൊണ്ടുകൊണ്ട് ജാതിമത ഭേദമന്യേ ഈ ചെരിക്കണ്ടക്കാവ് ഭഗവതി ക്ഷേത്രത്തിലേക്ക് ദർശനത്തിനായി എത്തിച്ചേർന്നുകൊണ്ടിരിക്കുന്നത്.
ചോറ്റാനിക്കര എന്ന് പറയുന്ന മഹാക്ഷേത്രം, ഭഗവതി ക്ഷേത്രം അല്ലെങ്കിൽ ഭദ്രകാളി ക്ഷേത്രം, അവിടെ സ്വയംഭൂവായിട്ടുള്ള പ്രതിഷ്ഠയാണ്. അതേപോലെ തന്നെ ഇവിടെ ഈ ചിരിക്കണ്ടത്തുകാവ് എന്ന് പറയുന്ന ഈ മഹാദേവ ക്ഷേത്രവും ഭഗവതി ക്ഷേത്രമായിട്ട് ഉൾപ്പെട്ട ഈ ക്ഷേത്രത്തിൽ ഇവിടെയും സ്വയംഭൂവായിട്ടുള്ളൊരു വിഗ്രഹമാണ്. അത് ഭൂമിയിൽ നിന്നിങ്ങനെ പാറയുടെ രൂപത്തിൽ പൊന്തി വന്നിരിക്കുക. ഏതെങ്കിലും കാണാൻ നമുക്ക് തൊഴാനോ അല്ലെങ്കിൽ മറ്റുള്ള ഏതെങ്കിലും വഴിപാടുകൾ കഴിക്കാനോ മനസ്സിൽ ധ്യാനിക്കാനോ ആയിട്ടുള്ളത് ഗോളകയാണ്. അത് സർവാഭരണ വിഭൂഷിതയായിട്ടിരിക്കുന്ന ഭഗവതി എല്ലാ ആയുധങ്ങളും കയ്യിലേന്തി അങ്ങനെ വിരാജിക്കണം. ഇപ്പോൾ ഇത് നടക്കൽ ഗുരുതി എന്ന് പറഞ്ഞൊരു സംഭവം സാധാരണ ഭഗവതി ക്ഷേത്രങ്ങളിലുണ്ട്. അത് ഇവിടെ നടക്കുന്നു, ചോറ്റാനിക്കര നടക്കുന്നു. അപൂർവം ചില ക്ഷേത്രങ്ങളിൽ ഒന്നും ഇവിടെയാണ്. ഇതാണ് ഇപ്പോൾ ഈ ക്ഷേത്രത്തിനെ പറ്റിയിട്ടുള്ളത്. പിന്നെ സാധാരണ ഭദ്രകാളി ക്ഷേത്രങ്ങളിൽ ഒരുപാട് ആളുകൾക്ക് ധാരണയും താല്പര്യമുള്ള കാര്യമാണ് ശത്രു സംഹാര പുഷ്പാഞ്ജലി എന്ന് പറഞ്ഞിട്ടുള്ളത്. അത് ഗുരുതി പുഷ്പാഞ്ജലി, ശത്രു സംഹാര പുഷ്പാഞ്ജലി, ഇങ്ങനെയുള്ള പുഷ്പാഞ്ജലികളൊക്കെ ഇവിടെ ധാരാളം വഴിപാട് നടത്താറുണ്ട്. മുട്ടിറക്കൽ എന്ന് പറഞ്ഞാൽ ഏതെങ്കിലും രൂപത്തിലുള്ള ഒരു നമ്മളുടെ തടസ്സങ്ങൾ, നമ്മളുടെ ജീവിതത്തിലുള്ള തടസ്സങ്ങൾ, രോഗമാണെങ്കിൽ രോഗമുട്ട്, വിദ്യാഭ്യാസമാണെങ്കിൽ വിദ്യാഭ്യാസ മുട്ട്, അതേപോലെ തന്നെ ഏതെങ്കിലും സാമ്പത്തികമായ എന്തായിട്ടുള്ള കാര്യങ്ങൾക്കുള്ള മുട്ടിറക്കൽ എന്ന് പറഞ്ഞൊരു വഴിപാട് ഇവിടെ നടത്താറുണ്ട്. ഈ ക്ഷേത്രത്തിൽ സാധാരണ നടത്തുന്ന ഒരു വഴിപാട് എന്ന് പറഞ്ഞാൽ കടുംപായസം ഒരു പ്രധാന നിവേദ്യമാണ് ഇവിടെ. പിന്നെ ഗുരുതി പുഷ്പാഞ്ജലി, ഗുരുതി നിവേദിക്കുക, ഈ നേരെ നടക്കൽ ഗുരുതി എന്ന് പറഞ്ഞിട്ട് ചോറ്റാനിക്കരയ്ക്കുള്ള പോലെ തന്നെ കളയെഴുത്തും പാട്ടും ഈ സംഭവങ്ങളോട് അനുബന്ധിച്ച് ഇവിടെ ചെയ്യാറുണ്ട്. ഫലം എന്ത് കാംക്ഷിച്ചാലും ഫലമുണ്ട്, അത് ഉറപ്പാണ്. അത് വിശ്വസിക്കുന്നവർക്കാണ് അതിൻ്റെ പ്രത്യേകതകൾ മുഴുവനും അവരുടെ ജീവിതത്തിൽ അനുഭവപ്പെടുന്നത്. അങ്ങനെയാണ് ക്ഷേത്ര സങ്കല്പവും നമുക്ക് കിട്ടിക്കൊണ്ടിരിക്കുന്ന ഒരിതും. നമുക്ക് ശാരീരികമായിട്ടോ മാനസികമായിട്ടോ അല്ലെങ്കിൽ വിദ്യാഭ്യാസപരമായിട്ടോ അല്ലെങ്കിൽ കുടുംബപരമായിട്ടുള്ള ശത്രുദോഷങ്ങളോ എന്തും നമ്മളുടെ ഈ വഴിപാടുകളിൽ അത് കൃത്യമായിട്ട് അത് മാറിക്കിട്ടും, അത് ഉറപ്പാണ്. ഞാൻ സ്ഥിരമായിട്ട് എനിക്ക് പറ്റുന്ന സമയങ്ങളിലൊക്കെ കുട്ടികളായിട്ട് വരാറുണ്ട്, വന്ന് തൊഴാറുണ്ട്. പിന്നെ ഉത്സവത്തിനാണെങ്കിലും നമ്മൾ ഫാമിലിയായിട്ട് എല്ലാവരും കൂടി വന്ന് തൊഴും. നമുക്കൊരു മെൻ്റലി ആണെങ്കിലും നമുക്കൊരു റിലീഫാണ് ഇവിടെ വന്നിട്ടുണ്ടെങ്കിൽ. നമുക്ക് എന്തെങ്കിലും ഒരു ബുദ്ധിമുട്ട്, മാനസികമായിട്ടുള്ള എന്തെങ്കിലും ഒരു ഇത് ഉണ്ടെന്നുണ്ടെങ്കിൽ നമുക്ക് ഇവിടെ ഒന്ന് പ്രാർത്ഥിച്ച് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഭയങ്കര ഒരു സമാധാനം ഫീൽ ചെയ്യണ പോലെ തോന്നാറുണ്ട്. ഇവിടെ വന്ന് പ്രാർത്ഥിക്കുകയാണെന്നുണ്ടെങ്കിൽ കാര്യസിദ്ധി ഉറപ്പാണ്. നല്ല ശക്തിയുള്ള ദേവിയാണ് ദേവനും ശിവഭഗവാനും. പിന്നെ ഗണപതി ഭഗവാന്റെ അടുത്താണെങ്കിലും ഉള്ള പൂജകളും കാര്യങ്ങളൊക്കെ ചെയ്ത് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ വിഘ്നങ്ങളൊക്കെ മാറി നമ്മൾ ഉദ്ദേശിക്കുന്ന കാര്യങ്ങൾ നടക്കും. എൻ്റെ ഒരു അനുഭവത്തിൽ എനിക്ക് അങ്ങനെയാണ് തോന്നിയിരിക്കുന്നത്. പിന്നെ ഭദ്രകാളിക്കാണ് ഇവിടെ പ്രധാനം കൂടുതൽ. കടുംപായസമാണ് ഭദ്രകാളിക്ക് ചെയ്യണേ. സ്വയംഭൂ, പിന്നെ കല്യാണം നടക്കാത്തവർക്ക് ഇവിടെ മെയിനായിട്ട് നടക്കുന്നുണ്ട്. കുട്ടികളില്ലാത്തവർക്ക് മെയിനായിട്ട് ഇവിടെ അനുഭവങ്ങൾ ഇവിടെ ഓരോന്ന് വന്നിട്ടുണ്ട്. പിന്നെ ഞങ്ങൾക്ക് കന്നിമാസത്തിൽ ആയില്യം പൂജ നടത്തുന്നുണ്ട്. അതിവിടെ മഹാപ്രധാനമാണ്. സർപ്പംപാട്ട്, ഗംഭീര സർപ്പംപാട്ടാണ്. ഈ ഉത്സവത്തിനേക്കാളും ഗംഭീര പരിപാടിയാണത്. അവിടെ തുള്ളി വരുമ്പോൾ പറഞ്ഞ അത് അനുഭവങ്ങളാണ്. ഇവിടെ കുട്ടികളില്ലാത്തവർക്ക് തുള്ളി വരുമ്പോൾ നമ്മൾ ഓരോ കാര്യങ്ങൾ പറഞ്ഞു കഴിഞ്ഞാൽ പിറ്റേ കൊല്ലം അവരൊരു കുട്ടീനായിട്ട് ഇവിടെ വരുന്നത്. അപ്പം അങ്ങനെ അനുഭവങ്ങളുണ്ട്. ഇവിടെ വന്ന് പ്രാർത്ഥിച്ചാൽ നടക്കാത്ത കാര്യങ്ങളില്ല എന്നുള്ളത് പുറത്തുനിന്ന് ഞങ്ങൾ അറിയുന്നുണ്ട്. ഞാനിവിടെ വരുമ്പോഴൊക്കെ ഞങ്ങൾക്കൊക്കെ വളരെ ബുദ്ധിമുട്ടാണ്. ഹസ്ബൻഡൊക്കെ ഗൾഫിൽ പോയി വിസയൊക്കെ പോയി ഞാനിവിടെ വന്ന് പ്രാർത്ഥിച്ചു. അന്ന് മുതൽ ഇന്ന് വരെ ഞങ്ങളുടെ കണ്ണീരും പ്രാർത്ഥനയും ഞങ്ങളുടെ അനുഭവങ്ങൾ, ഞാനൊക്കെ ഒന്നുമില്ലായ്മയിൽ ജീവിച്ചു വന്നു. ഇപ്പം ഒന്നും വലിയ കുഴപ്പമില്ലാതെയൊക്കെ അങ്ങോട്ട് ജീവിച്ചുകൊണ്ട് ഒരു മനഃശാന്തി, സമാധാനം ഞങ്ങൾക്ക് ഉണ്ടെന്നുള്ളതാണ് എൻ്റെ അനുഭവം. എൻ്റെ മകളുടെ വിവാഹം നടക്കാൻ ഒരുപാട് തടസ്സം നേരിട്ടു. ഞാനിവിടെ അമ്പലത്തിൽ വന്ന് ഒരുപാട് വിവാഹാലോചനകൾ വന്നു. ഒന്നും നടക്കാൻ സാധ്യതകളെല്ലാം മുടങ്ങിപ്പോവും. ചെറിയൊരു ചൊവ്വാദോഷം ഉണ്ടായിരുന്നു. അപ്പോൾ കല്യാണങ്ങളെല്ലാം മുടങ്ങിപ്പോകലായിരുന്നു. അങ്ങനെ ഞാൻ ഭഗവതിയുടെ അടുത്ത് വന്ന് ഞാൻ പ്രാർത്ഥിച്ചു. അമ്മയ്ക്ക് ഞാൻ പട്ടും താലിയും സമർപ്പിക്കാമെന്ന് പ്രാർത്ഥിച്ച് ഒരു 3 മാസത്തിനുള്ളിൽ എൻ്റെ മകൾക്ക് വിവാഹം ശരിയായി. വിവാഹം നടന്നതിന് ശേഷം ഞാനും മകളും മരുമകനും കൂടി വന്നിട്ട് അമ്മയ്ക്ക് പട്ടും താലിയും സമർപ്പിക്കാനുണ്ടായത്. അങ്ങനെ പല അനുഭവങ്ങളും എൻ്റെ ജീവിതത്തിൽ എനിക്കുണ്ടായിട്ടുണ്ട്. ഇനി ചിരിക്കണ്ടക്കാവ് ഭഗവതി ക്ഷേത്രത്തിലെ ചുറ്റമ്പലത്തിനകത്ത് വട്ട ശ്രീകോവിലിനകത്ത് കിഴക്കോട്ട് ദർശനമായി വണരുളുന്ന മഹാദേവനെക്കുറിച്ച് പറയാം. ഈ മഹാദേവൻ ഭക്തവത്സലനാണ്. ഈ മഹാദേവനെ ദർശനം ചെയ്ത് പ്രാർത്ഥിച്ചാൽ പിതൃദോഷങ്ങളിൽ നിന്നും മുക്തി നേടുന്നതിനും ദീർഘായുസിനും മനഃശാന്തിക്കും സന്താനലബ്ധിക്കും കുടുംബ ഐശ്വര്യത്തിനും ഈ മഹാദേവ ദർശനം ഉത്തമമാണ്. ഈ ക്ഷേത്രത്തിൽ ശ്രീ മഹാദേവനും ഭഗവതിയും തുല്യ പ്രാധാന്യത്തോടെ വാണരുള്ളുന്നതിനാൽ ഈ ക്ഷേത്രത്തിൽ വിശേഷ ദിവസങ്ങൾ ഏറെയാണ്. ചിരിക്കണ്ടക്കാവിലെ വിശേഷപ്പെട്ട ദിവസം മഹാദേവൻ്റെ ദിവസമായ തിങ്കളും ശനിയും കൂടാതെ ഭദ്രകാളിയുടെ ദിവസമായ ചൊവ്വയും വെള്ളിയുമാണ്.
നമ്മുടെ ക്ഷേത്രത്തിൽ എല്ലാ മാസവും ആയില്യം നാളിൽ സർപ്പപൂജയും വിശേഷമായി കന്നിമാസത്തിലെ ആയില്യം നാളിൽ വിശേഷ സർപ്പപൂജയും നടക്കുന്നു. അതുകൂടാതെ നമ്മുടെ ക്ഷേത്രത്തിൽ നടക്കുന്ന വിശേഷ ചടങ്ങാണ് മണ്ഡലം 1 മുതൽ 40 ദിവസം വരെ നടക്കുന്ന കളമെഴുത്തും പാട്ടും. കളമെഴുത്തും പാട്ടും വൃശ്ചികം 1 തുടങ്ങി 40ാമത്തെ ദിവസം ദേവിക്ക് വലിയ ഗുരുതിയോടെ സമർപ്പിക്കുന്നു. ഓരോ ഭക്തജനങ്ങളും വഴിപാടായിട്ടാണ് ഈ കളമെഴുത്തും പാട്ടും സമർപ്പിക്കുന്നത്. സർവ്വ ഐശ്വര്യങ്ങൾക്കും ദുരിത നിവാരണത്തിനും ഇത് വിശേഷപ്പെട്ട വഴിപാടാണ്. ഇവിടുത്തെ താലപ്പൊലി വരുന്നത് മകരമാസത്തിലെ ചൊവ്വാഴ്ചയോ വെള്ളിയാഴ്ചയോ ആണ്. അവസാനം വരുന്നത് ഏതാണോ ആ ദിവസം നമ്മൾ താലപ്പൊലി നടത്തുന്നു. അതുകൂടാതെ ക്ഷേത്രത്തിലെ വിശേഷപ്പെട്ട ചടങ്ങാണ് വിത്തുചെരിയൽ മഹോത്സവം. ഈ വിത്തുചെരിയൽ മഹോത്സവം ദേവിയെ ആദ്യമായി കണ്ടെത്തിയവരുടെ ചടങ്ങാണ്. വർഷത്തിലൊരിക്കൽ അവർ ദേവിയുടെ മുന്നിൽ വന്ന് വിത്ത് ചൊരിഞ്ഞ് അതിനുശേഷം മുടിയാട്ടവും തുടികൊട്ടും പാട്ടും നടത്തുന്നു. ഈ വിശേഷ ദിവസങ്ങളെല്ലാം തന്നെ നാടിൻ്റെ നാനാഭാഗത്തു നിന്നും ഒത്തിരി ഭക്തജനങ്ങൾ ദേവിയെ കണ്ടു തൊഴുന്നതിനായി ഇവിടെ എത്തിച്ചേരുന്നു. ഇനി കപ്രശ്ശേരി ചെരിക്കണ്ടക്കാവിലെ ഉത്സവത്തെക്കുറിച്ച് പറയാം. മകരമാസത്തിലെ അവസാനത്തെ ചൊവ്വ അല്ലെങ്കിൽ വെള്ളി ദിവസത്തിൽ താലപ്പൊലി മഹോത്സവമായിട്ടാണ് ഇവിടെ ആഘോഷിക്കുന്നത്. 5 ദിവസം നീണ്ടു നിൽക്കുന്ന ഈ ഉത്സവം 5ാം ദിവസം താലപ്പൊലി മഹോത്സവമായി അതിഗംഭീരമായിട്ടാണ് ഇവിടെ ആഘോഷിച്ചു വരുന്നത്. ഉത്സവം എന്ന് പറഞ്ഞാൽ ഇവിടെ താലപ്പൊലിയാണ് ഉണ്ടാവുന്നത്. മറ്റേ കൊടിയേറിയ ഉത്സവമല്ല. ഇത് മകരമാസത്തിലെ അവസാനം വരുന്ന വെള്ളിയോ ചൊവ്വയോ ഏതാ അന്നെന്ന് വെച്ചാൽ അന്നാണ് താലപ്പൊലി നടത്തുന്നത്. ഇത് ഏതാണ്ടൊരു 50 വർഷത്തോളമായിട്ട് അങ്ങനെ തന്നെയാണ് പോകുന്നത്. ആദ്യകാലത്ത് ആ ഒരു ദിവസത്തെ പരിപാടി മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ, താലപ്പൊലി മാത്രം. പിന്നെ ഇപ്പോൾ അതിനോടനുബന്ധിച്ച് കമ്മിറ്റി ഭരണവും കാര്യങ്ങളൊക്കെ അതിന് ശേഷം 3-4 ദിവസത്തേക്ക് പരിപാടികളോട് കൂടിയിട്ടാണ് നടത്തുന്നത്. ഈ താലപ്പൊലി അന്ന് ഈ ദേവിയെ പുറത്തേക്ക് എഴുന്നള്ളിക്കുന്ന ഒരു സമ്പ്രദായമുണ്ട്. താലം കത്തിച്ച് പുറത്തുനിന്ന്, കൂടാതെ ദേവി തൻ്റെ ഭക്തജനങ്ങളെ കാണാനായിട്ട് അല്ലെങ്കിൽ അവരുടെ പരാതികൾ കേൾക്കാനായിട്ട് പുറത്തേക്ക് നാട്ടിലേക്ക് ഇറങ്ങി വരണമെന്നുള്ളതാണ് ആ എഴുന്നള്ളിപ്പ് കൊണ്ട് ഉദ്ദേശിക്കുന്നത്. കപ്രശ്ശേരി ശ്രീ ചെരിക്കണ്ടക്കാവ് ഭഗവതി ക്ഷേത്രത്തിൽ വാണരുളുന്ന ഭദ്രകാളി അമ്മയെയും ശ്രീമഹാദേവനെയും മറ്റു ഉപദേവതകളെയും ദർശനം ചെയ്യുവാനായത് ജീവിതത്തിലെ മഹാഭാഗ്യമായി കരുതുന്നു. ഈ ക്ഷേത്രത്തിൽ വാണരുളുന്ന ശ്രീ ഭദ്രകാളി അമ്മയുടെയും ശ്രീമഹാദേവൻ്റെയും മറ്റു ഉപദേവതകളുടെയും സർവാനുഗ്രഹങ്ങളും വാങ്ങി ക്ഷേത്രസന്നിധി ഈ പുണ്യഭൂമിയിൽ നിന്നും വീണ്ടും ജൈത്രയാത്ര തുടരുന്നു. റേഷൻ കാർഡ് മീഡിയ ക്ഷേത്രസന്നിധിയുടെ പുതുമയുള്ള ക്ഷേത്രവിശേഷങ്ങളുമായി അടുത്ത ആഴ്ച വീണ്ടും കാണാം. നന്ദി, നമസ്കാരം. ക്ഷേത്രസന്നിധിയിലമരുന്ന ഭഗവാനും ഭഗവതിയും സദാസമയവും അനുഗ്രഹം ചൊരിയുന്ന, സദാസമയവും അനുഗ്രഹം ചൊരിയുന്ന ക്ഷേത്രസന്നിധി